നമ്മളിന്ന് കാര്യമായിട്ട് അണിഞ്ഞൊരുങ്ങിയിട്ട് ഗുരുവായൂരേക്ക് പോവാണ് കേട്ടോ. വേറൊന്നുമല്ല, നമ്മുടെ കുടുംബത്തിലെ കുഞ്ഞമ്മയുടെ ആദ്യത്തെ അരങ്ങേറ്റമാണ് ഇന്നവിടെ. അപ്പോൾ ഇത് നമുക്ക് ഭയങ്കര സ്പെഷ്യലായിട്ടുള്ള കാര്യമായതുകൊണ്ട് തന്നെ ഫാമിലി ഫുള്ള് തലേ ദിവസം തന്നെ അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നു. ഞാനും ശ്രീക്കനും കണ്ണനും പിന്നെ ജ്യോതി ചേച്ചിയും നിരഞ്ജനും കൂടെ അന്ന് രാവിലെയാണ് പോയത്. ഉച്ചയ്ക്ക് 1:30 കുഞ്ഞമ്മയുടെ അരങ്ങേറ്റം പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പം നമ്മൾ രാവിലെ ഇറങ്ങിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ ഒരു 11:30 ആയപ്പോഴേക്കും എത്തിയായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളവിടെ എത്തിയതിന് ശേഷം നമ്മൾ നമ്മുടെ ഓഡിറ്റോറിയത്തിലേക്ക് പോയി അമ്പലത്തിൽ കയറി തൊഴാം എന്നുള്ള ഒരു പ്ലാൻ ഉണ്ടായിരുന്നു. പക്ഷേ അവിടുത്തെ തിരക്ക് കണ്ടപ്പോൾ അത് പ്ലാൻ മാറ്റി. കാര്യം വേറെ നിവൃത്തിയില്ല, നമ്മളിപ്പോൾ തൊഴാൻ കയറിയിട്ട് നിന്നിട്ടുണ്ടെങ്കിലും ക്യൂ കഴിഞ്ഞ് എത്തുമ്പോൾ ചിലപ്പോൾ ലേറ്റ് ആവും. അപ്പോൾ അത് വേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങളാരും ക്യൂവിലൊന്നും നിന്നില്ല. ഞങ്ങൾ പുറത്തുനിന്ന് തൊഴുത് പ്രാർത്ഥിച്ചിട്ട് കുഞ്ഞമ്മേനെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് അപ്പുറത്തേക്ക് പോയി കേട്ടോ. അപ്പോൾ കുഞ്ഞമ്മ ഓൾറെഡി ഇവിടെ എനർജറ്റിക് ആയിട്ട് ഓൾറെഡി ഓൾമോസ്റ്റ് മേക്കപ്പ് ഒക്കെ കഴിഞ്ഞ് ഇവിടെ നിൽപ്പുണ്ട്. ഇവിടെ നല്ല ക്യൂട്ടായിട്ടുള്ള ഈ കോസ്റ്റ്യൂംസൊക്കെ ഇട്ടിട്ട് ഇവർ കുഞ്ഞു പിള്ളേരൊക്കെ നിൽക്കുന്നത് കാണാൻ നല്ല രസമായിരുന്നു കേട്ടോ. പിന്നെ ഇതാണ് കുഞ്ഞച്ചനും കുഞ്ഞമ്മേനെ ഭയങ്കര സപ്പോർട്ടിങ് ആയിരുന്നു കേട്ടോ ഈ കാര്യത്തിൽ. കാര്യം കുഞ്ഞമ്മ എല്ലാ കാര്യവും ചെയ്യണമെന്ന് പറയുമ്പോൾ ഞങ്ങൾ വിചാരിക്കും ചെയ്യുമായിരിക്കും, കുഴപ്പമില്ല. പക്ഷേ കുഞ്ഞച്ചൻ ഭയങ്കര സപ്പോർട്ടീവാണ് കേട്ടോ. അപ്പം നമ്മൾ ചെറുതായിട്ടൊന്ന് വിശന്ന് കഴിഞ്ഞപ്പോൾ അവിടുത്തെ പഴയടൻ രുചിയിൽ ചെന്നിട്ട് ചെറുതായിട്ടൊന്ന് ചായയും ചെറിയ കടികളൊക്കെ കഴിച്ചായിരുന്നു. പിന്നെ ഞങ്ങൾ ഇവിടുന്ന് സംഭാരവും കുടിച്ചു കേട്ടോ. നല്ല ടേസ്റ്റായിരുന്നു. അച്ഛനും അമ്മയൊക്കെ നേരത്തെ അവിടെ തന്നെ ഉണ്ടായിരുന്നേ. നമ്മളൊരു ടൈം ആയപ്പോഴേക്കും ഓഡിറ്റോറിയത്തിൻ്റെ ഫ്രണ്ടിൽ പ്രസൻ്റ് ആയിരുന്നു. ആൻഡ് ഇവിടെ എല്ലാവരും ഇവിടെ ഇരിപ്പുണ്ട്. ശ്രീക്കനും കണ്ണനും കുഞ്ഞച്ചനും ചേച്ചമ്മമാരും എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ കട്ട വെയിറ്റിംഗ് ആയിരുന്നു. കുഞ്ഞമ്മ ഓടിപ്പോകുന്നതുണ്ടോ. നെക്സ്റ്റ് കുഞ്ഞമ്മയുടെ പ്രോഗ്രാമാണ് കേട്ടോ. അപ്പോൾ ഇനി ബാക്കി വിശേഷം നമുക്ക് കുഞ്ഞമ്മയുടെ ഡാൻസ് കഴിഞ്ഞിട്ട് പറയാം അല്ലേ. കുഞ്ഞമ്മയുടെ ഫസ്റ്റ് പെർഫോമൻസ് കണ്ടിരിക്കുന്ന കുഞ്ഞച്ചനെ കണ്ടില്ലേ, ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ ആള്. അത് കഴിഞ്ഞിട്ടും പിള്ളേരുടെ നെക്സ്റ്റ് പെർഫോമൻസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ടോട്ടലി 5 ഡാൻസ് ഉണ്ടായിരുന്നു കേട്ടോ അവരുടെ.
കുഞ്ഞമ്മ ഇങ്ങനെ ഡാൻസ് കളിച്ച് കണ്ടപ്പോൾ ശരിക്കും ഒരു പ്രൗഡ് ഫീലിംഗ് ആയിരുന്നു കേട്ടോ. വേറെ ഒന്നുമല്ല, കുഞ്ഞമ്മ തുടക്കം തൊട്ടിട്ട് എന്നെയും വിളിക്കുന്നുണ്ടായിരുന്നു, വാ ഡാൻസ് കളിക്കാൻ ഒരുമിച്ച് പോകാമെന്നൊക്കെ പറഞ്ഞ്. പക്ഷെ ഞാനതത്ര കാര്യമായിട്ടൊന്നും എടുത്തിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. ഇതെത്ര നാളായിട്ട് പോകത്തൊന്നുമില്ലല്ലോ അങ്ങനെയൊക്കെ വിചാരിച്ചൊക്കെ വിട്ട് കളഞ്ഞായിരുന്നു. പക്ഷെ കുഞ്ഞമ്മ അത് കാര്യമായിട്ട് തന്നെയായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത്. ആൾ നല്ല രീതിയിൽ അധ്വാനിച്ചിട്ടാണ് ഇപ്പോൾ ഇങ്ങനത്തെ ഒരു രീതിയിൽ പെർഫോം ചെയ്യുന്നത്. ശരിക്കും അടിപൊളിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഭയങ്കര രസമുണ്ടായിരുന്നു കാണാനായിട്ട്. ആൻഡ് ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു പ്രൗഡ് അല്ലെങ്കിൽ ഒരു അച്ചീവബിൾ ആയിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. ഞാൻ വരെ പല കാര്യങ്ങളും ഇത് അങ്ങോട്ട് മാറ്റി ഇങ്ങോട്ട് മാറ്റി പിന്നെ ചെയ്യാമെന്നും പറഞ്ഞിട്ട് പല കാര്യങ്ങളും ഇങ്ങനെ മാറ്റി വയ്ക്കുന്നുണ്ട്. പക്ഷേ ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മളെല്ലാവർക്കും ഒരു പാഠമായിരിക്കേണ്ട ഒരു കാര്യമാണ്. നമുക്ക് ചെയ്യാൻ പറ്റുന്നുള്ള കാര്യങ്ങൾ നമ്മൾ ട്രൈ ചെയ്ത് ചെയ്യാൻ ശ്രമിക്കുക. എന്നാൽ മാത്രമേ നമുക്ക് ഒരു ലൈഫിൽ സന്തോഷം കണ്ടെത്താനായിട്ടൊക്കെ പറ്റുള്ളൂ. അപ്പോൾ ഇതാ മംഗളമൊക്കെ കഴിഞ്ഞിട്ട് കുഞ്ഞമ്മയുടെ ഓൾമോസ്റ്റ് ഡാൻസ് ഫിനിഷായി. 5 ഡാൻസ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ല. ലാസ്റ്റ് ഡാൻസാണ് മംഗളം. ഇങ്ങനത്തെ ഒരു നീക്കം അല്ലെങ്കിൽ ഈ ഒരു സ്റ്റെപ്പ് കുഞ്ഞച്ചനെ എങ്ങനെ നോക്കിക്കാണുന്നു? ആദ്യമായി ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ. കാലുവേദന എന്നും പറഞ്ഞ് തുടങ്ങിയ ഒരു പരിപാടിയാണിത്. കാലുവേദനക്ക് ഒരു ആശ്വാസം കാണില്ലെന്നായിരുന്നു എൻ്റെ ഒരു മെയിൻ വിഷയം. അങ്ങനെയായിട്ട് ഞാൻ ഒരിക്കലും തോന്നിയിട്ടില്ല എനിക്ക്. പക്ഷെ പിന്നീട് അയാള് വളരെ വളരെ ഭംഗിയായിട്ട് ഈ കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങി. ഇപ്പൊ എനിക്കൊരു അഭിമാനമുണ്ട്. എൻ്റെ ഭാര്യ പോയ തിരഞ്ഞെടുത്ത വഴികൾ ശരിയായിരുന്നു. ഞാൻ അതിൽ അവളെ അഭിമാനത്തോടു കൂടി പറയുന്നു, ഇത് തന്നെയാണ് ശരി. ഹാപ്പിയാണ്. കുഞ്ഞച്ചൻ പറഞ്ഞത് ഭയങ്കര ശരിയാണ് കേട്ടോ. കാര്യം കുഞ്ഞമ്മയ്ക്ക് വയ്യാണ്ടായിട്ട് കഴിഞ്ഞ മാസം കൂടെ ആശുപത്രി പോയിട്ട് ഡിസ്ചാർജായി വന്ന ആളാണെന്ന് ഒട്ടും പറയത്തില്ല. കാര്യം അത്രയും എനർജറ്റിക് ആയിട്ടാണ് ആൾ പെർഫോം ചെയ്തത്. നമ്മുടെ ഫാമിലി ഫുള്ള് കുഞ്ഞമ്മേനെ സപ്പോർട്ട് ചെയ്യാനായിട്ടുണ്ടായിരുന്നു. കാര്യം ഇതൊക്കെ ഭയങ്കര ഒരു അച്ചീവബിൾ ആയിട്ടുള്ള കാര്യം തന്നെയാണല്ലേ. ഞാൻ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ഇഷ്ടമുള്ള കാര്യങ്ങൾ നിങ്ങൾ മാറ്റി വയ്ക്കരുത്. നിങ്ങളത് എപ്പോഴെങ്കിലും ടൈം കണ്ടുപിടിച്ചിട്ട് അത് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ കിട്ടുന്ന നിങ്ങളുടെ സന്തോഷം തന്നെയായിരിക്കും നിങ്ങൾക്കുള്ള ഏറ്റവും വലിയ ഗിഫ്റ്റ് എന്ന് പറയാനായിട്ട്. അപ്പോൾ എല്ലാവരുടെ കൂടെയും മാറി മാറി നിന്ന് കുറേ നേരം ഫോട്ടോയൊക്കെ എടുത്തൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ നിന്ന് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ തന്നെ ഇറങ്ങിയായിരുന്നു കേട്ടോ. കുഞ്ഞമ്മയും ഞാനൊക്കെ ആയിട്ട് തിരുവാതിരയൊക്കെ കളിക്കാറൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ അമ്പലത്തിലെ പരിപാടിക്കൊക്കെ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഭയങ്കര ബോണ്ടഡാണ്. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ പഴയടത്ത് പോയിട്ട് അവിടെ നിന്ന് ഒരു ഉച്ചയൂണ് പാസ്സാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് അവിടുത്തെ ഫുഡൊക്കെ കാര്യങ്ങളും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പം നല്ലൊരു സദ്യയും കഴിച്ച് നല്ലൊരു ഡാൻസ് പെർഫോമൻസൊക്കെ കണ്ട ഒരു സംതൃപ്തിയിൽ നമ്മളിന്ന് ഗുരുവായൂരിൽ നിന്ന് പോവാണ്. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇത്രേ ഉള്ളൂ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ ബൈ.